കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ TTE അഖിൽ ജോസഫിനെതിരെ ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് പരാതി ലഭിച്ചത് യോദ്ധാവ് എന്ന പോർട്ടലിലൂടെയാണ്. ട്രെയിൻ മാർഗം ലഹരി കടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി അന്വേഷണം വ്യാപിക്കേണ്ടത്. റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സംശയങ്ങൾ, കണ്ടെത്തലുകളൊക്കെ. സഹിൻ ആന്റണി ഉണ്ട് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ അഖിലുമായി ബന്ധപ്പെട്ട് വലിയ കണ്ടെത്തലുകളിലേക്ക് പോലീസ് കടക്കുകയാണ്. MDMA-യുമായി പിടിയിലായ TT അഖിൽ ജോസഫ് നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസ് നേരത്തെ പരിശോധന ശക്തമാക്കിയിരുന്നത്. ഇയാളെ പലതവണ പോലീസ് പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അന്നൊന്നും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ഇയാളെ പലതവണ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിസാഹസികമായി ഇയാളെന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരുന്നു. ഇന്നലെയാണ് ഇയാൾ കൃത്യമായി ഇയാളുടെ പക്കൽ ഈ MDMA ഉണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഇയാളെ പരിശോധിക്കാൻ തീരുമാനിച്ചതും. അഖിലിനെ മുൻപ് ലഹരി ഉപയോഗിക്കുന്നു എന്ന സംശയത്തിലായിരുന്നു ഇയാളെ അന്ന് പരിശോധന നടത്തിയിരുന്നത്. പക്ഷെ അന്ന് ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇയാൾ കോയമ്പത്തൂർ എറണാകുളം റൂട്ടിലെ TT ആണ്, ടിക്കറ്റ് എക്സാമിനേഷനാണ്. പക്ഷേ ട്രെയിൻ മാർഗം ലഹരി കടത്തിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. മാത്രമല്ല റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. ഇയാൾ കഴിഞ്ഞ 10 വർഷമായി ജോലിയിൽ പ്രവേശിച്ചിട്ട് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുകയാണ്. ഏത് രീതിയിലായിരുന്നു ഇയാൾക്ക് MDMA ലഭിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇയാളെ പിടികൂടിയത് ഈ യോദ്ധാവ് എന്ന് പറയുന്ന പോലീസിൻ്റെ തന്നെ ഒരു ആപ്പുണ്ട്, ലഹരിക്കെതിരെയുള്ള ആപ്പാണ്. ഇതിൽ നിരവധി പരാതികൾ അഖിലിനെതിരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെയുള്ള പരിശോധന പോലീസ് ശക്തമാക്കിയിരുന്നതും. ഇതിനിടയിൽ 2 തവണ ഇയാളെ പരിശോധന നടത്തിയിരുന്നു. അന്നൊന്നും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെയാണ് ഇയാളെ ബോൾഗാട്ടി പാലസിന് സമീപം വെച്ച് പോലീസ് പരിശോധന നടത്തുന്നത്. അവിടെ വെച്ചാണ് പിടിയിലാവുന്നത്. ശരി സഹിൻ, ഓക്കെ. അപ്പോൾ കൊച്ചിയിലെ ട്രെയിൻ മാർഗം ലഹരി കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പിടിയിലായ അഖിൽ ജോസഫിനെതിരെ ഒരുപാട് പരാതികൾ ലഭിച്ചിരിക്കുന്നു. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.